ഇന്ന് നടക്കുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷവും ഇറാനും ഇസ്രയേലും അമേരിക്കയും, ഈ ഒരു വിഷയം ലോകമഹായുദ്ധത്തിൽ പോകുമോ? ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങൾ എഴുന്നേറ്റ് വരുമോ? അതിനെ ബേസ് ചെയ്ത് ഇന്നലെ ഏകദേശം 14 വാക്യങ്ങൾ വായിച്ചു. തുടക്കത്തിൽ തുടങ്ങിയത് ഇനി വരുന്ന പശ്ചിമേഷ്യയിലെ സംഭവത്തിൽ നടക്കാൻ പോകുന്ന റഷ്യ അവർക്ക് മേധാവിയായി തീരും. അതിനെ ബേസ് ചെയ്ത് ഇന്നലെ രാത്രി മുതൽ നാം ചിന്തിച്ചു. എസെക്കിയേൽ പ്രവചനം 38:8, നീ അവർക്ക് മേധാവിയായി തീരും, ഏറിയ നാൾ കഴിഞ്ഞ് സന്ദർശിക്കപ്പെടും, വാളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായി ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും, നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിരകൾ. അതിനാസ്പദമായി യെരൂശലേം എന്ന പട്ടണം സ്വാതന്ത്ര്യം കിട്ടിയ ഇസ്രായേൽ 19ാമത്തെ വർഷം 1967 അവർ യെരൂശലേം പട്ടണം കൈക്കളിലാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഭരണമാറ്റം ഉണ്ടാകുകയും ഇറാനിൽ നിന്ന് വന്ന ഭരണം ഹൂത്തി വിമതരെയും ഹിസ്ബുള്ളയെയും അതുപോലെ തന്നെ ഹമാസിനെ പ്രീണിപ്പിച്ചുകൊണ്ട് 2021 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിന്റെ നിലവിളി ഉയർന്നു കഠിനമായ ശോധനയിലേക്ക്. ആമോസ് 2:5, ഞാൻ യഹൂദയ്ക്കകത്തൊരു തീ അയക്കും, യെരൂശലേമിന്റെ അരമനകളെ കത്തിച്ചു കളയും. ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഗാസ സംഘടനം ആമോസ് 1:6-7, ഞാൻ ഗാസയുടെ മതിലിനകത്തൊരു തീ അയക്കും, അതിൻ്റെ അരമനകളെ കത്തിച്ചു കളയും. സെഫന്യാവ് 2:4-5-6, ഗാസയിലെ ലീഡേഴ്സ് പോവും. യിരെമ്യാ 47:5-6-7, പശ്ചിമേഷ്യയിൽ ഒരു പ്രത്യാശയില്ലാതെ ഭംഗം വരും. സെഖര്യാവ് 9:5-6, ഗാസയിലെ ഹമാസിന്റെ ലീഡേഴ്സിനെ മുഴുവൻ അവർക്ക് കഷണ്ടി വരും. ഗാസയുടെ ഒരു അക്രമം തീരുമ്പോൾ ലെബനോനിലേക്ക് ഈ കരം വരും. സെഖര്യാ 11:1-2, ലെബനോനെ നിന്റെ ദേവദാരു വീണുപോയി, മകത്തുക്കൾ കരയും, ബാശാനിലെ കരുവേലകം കരയുന്ന കാഴ്ച. അത് കഴിയുമ്പോൾ സിറിയയിലേക്ക് ഇത് പടരും. യെശയ്യാ പ്രവചനം 11:1-2, ദമശ്കേക്കിന്റെ മതിലുകളെ ഇടിച്ചതിനെ കൂമ്പാരമായി കൂട്ടും. അതോടൊപ്പം അരോവർ, ഇന്നത്തെ ടെഹ്റാൻ, യമൻ കടൽ തീരങ്ങൾ ആക്രമണത്തിന് വിധേയമാകും. അതിനനുസരിച്ച് ഖത്തറിനെയും ഇസ്രയേൽ ആക്രമിക്കും. അത് കഴിയുമ്പോൾ ഇന്ന് സിറിയയിൽ നിന്ന് രാജാവ് ഇറങ്ങിപ്പോവും. ആമോസ് 1:15, അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകും. അപ്പോൾ എസെക്കിയേൽ 36:24 ഒന്നാമത്തെ പ്രവചനം, സകല യഹൂദന്മാർക്കും മടങ്ങി വരാം. ലോകരാജ്യങ്ങളിൽ നിന്ന് യഹൂദൻ മടങ്ങുന്നു. മണിപ്പൂരിൽ നിന്നും ആലിയ 2026 2030 6000 യഹൂദന്മാരെ കൊണ്ടുപോകുന്നു. ഈ വർഷം 240 പേർ പോയി. കൊച്ചി മട്ടാഞ്ചേരിയിൽ ഇനി ബാബുച്ചേട്ടൻ മാത്രം. അങ്ങനെയെങ്കിൽ യഹൂദൻ മടങ്ങി വരുന്നു. ഒരു ലോകമഹായുദ്ധം, ഇസ്രായേലിലെ സിനഗോഗ്, രണ്ടും നടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രിയൻ മധ്യാകാശത്തിൽ വരും. അതാ കർത്താവിൻ്റെ വരവ്. അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം സമാധാനമായിരുന്നു. ട്രംപ് ഇസ്രായേലിനെ കൂട്ടിക്കൊണ്ട് ഇറാനെ ആക്രമിച്ചു. ന്യൂക്ലിയർ പ്ലാന്റുകൾ തകരുമെന്ന് ഞങ്ങളുടെ ബൈബിളിനകത്ത് വ്യക്തമായി. യിരെമ്യാ പ്രവചനം 49, 35, 36, ഏലാമിൻ്റെ അരമനകളിലേക്ക് ഇസ്രായേൽ കയറും, അവൻ്റെ വില്ലൊടിച്ചു കളയും. ആകാശത്തിൽ നിന്ന് 4 കാറ്റുകൾ, യുദ്ധവിമാനങ്ങൾ 200-300 ഇറാന്റെ മണ്ടയിൽ ഇങ്ങനെ കയറി ഇറാനെ തകർത്ത് കളയും. ഇറാൻ നിലവിളിക്കും. 3ാം ലോകമഹായുദ്ധമാകുമോ? ഇല്ല. ഒരു വെടിനിർത്തലുണ്ടാകും. അതിനാസ്പദമായി ഇന്ന് നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ അമേരിക്കയിലെ ട്രംപ് ചൈനയിലേക്ക് പോകുന്നു. ഹോർമോസ് വിഷയത്തിൽ ചൈനയുമായി ചേർന്ന് ഇറാനുമായിട്ടൊരു കരാർ അവർ ഒപ്പിട്ടേക്കും. അത് യിരെമ്യാ 6:14, സമാധാനമില്ലാതിരിക്കെ എൻ്റെ ജനത്തിന് സമാധാനം എന്ന് പറഞ്ഞ് താൽക്കാലികമായ മുറിവ് കെട്ടും, ലോകമഹായുദ്ധമാകത്തില്ല. അങ്ങനെയെങ്കിൽ ഒരു ലോകമഹായുദ്ധം നടക്കണമെങ്കിൽ ഒരു കൺവെയർ, ചൈനയുടെ സിൽക്ക് പാത വേണം. യെശയ്യാ 49:10, അന്നാളിൽ തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും എവിടാ ചൈനയുടെ സിനീം ദേശത്ത് നിന്ന് സിൽക്ക് പാത വഴി ഒരു കൂട്ടം കടന്നു വരും. അറബ് രാജ്യങ്ങൾ ഒരുമിക്കും. അതാ OIC, അറബ് ലീഗ് ഇന്ന് രാത്രി ചിന്തിക്കും. 57 പര ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരു കൂട്ടായ്മയിൽ വരും. യെശയ്യാ പ്രവചനം 19, 21, 24, അന്നാളിൽ അശൂർ മിസ്രൈമ്യരുമായി ആരാധന കഴിക്കും. അതോടൊപ്പം അശൂരിൽ നിന്ന് മിസ്രൈമിലേക്ക് പരിവഴി ഉണ്ടാകും. ഈജിപ്തും സിറിയയെല്ലാം ഈ വിഷയത്തിൽ കരം കൊടുക്കും. അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹമായിരിക്കും. ഇതെല്ലാം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ ചൈനയുടെ സിൽക്ക് പാത, ഇന്ത്യ പാകിസ്ഥാന്റെ കാറക്കോണം ഹൈവേ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ് കഴിയുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ്, അത് കഴിഞ്ഞ് അക്കരെ കയറുമ്പോൾ തുർക്കി, സിറിയ, ഗോലാൻ കുന്നെല്ലാം പടപട എത്താം. അങ്ങനെയെങ്കിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുന്നു. വെളിപ്പാട് പുസ്തകം 16:12 ഇന്നലെ 6ാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചപ്പോൾ അതിലെ വെള്ളം പറ്റിപ്പോയി. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ അതിലെ വെള്ളം പറ്റിപ്പോയി. തുർക്കി അതിനോടൊപ്പം ഒരു ഡാം പണിയുന്നു, അട്ടട്ടാർ ഡാം. ഇന്നലെ പ്രസംഗിച്ചതിൻ്റെ ബ്രീഫായിട്ട് വളരെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുന്നു. ഇസ്രായേലിലേക്ക് കിഴക്ക് നിന്നൊരു പട്ടാളം വരാറായി. അപ്പോൾ നമ്മുടെ പ്രത്യാശ
നിഴലായി മോശയുടെ നേതൃത്വത്തിൽ ഇറങ്ങിത്തിരിച്ച ജനം ആഴമേറിയ ചെങ്കടൽ കടന്നു. ഇസ്രായേലിന് നേരെ ഒരു യുദ്ധം വരുന്നതിന് മുമ്പ് വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങിസ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടും. അതിന് ആസ്പദമായി മനുഷ്യനങ്ങനെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്നലെ സങ്കീർത്തനം 104:3-4 മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. 4 മേഘങ്ങളെ സയൻസിനറിയാം. ISRO സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അതേ സയൻസ് ടീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് 4 മേഘം അറിയാമായിരുന്നു. 1 നിംബസ്, 2 സ്ട്രാറ്റോ നിംബസ്, 3 സീറസ്, 4 പ്ലാന്റോസ്. എന്നാൽ കൊച്ചിയിൽ കളമശ്ശേരിയിൽ ഒരു മിന്നൽ സ്ഫോടനം, കൊച്ചിയിൽ ഭയങ്കര മഴയും മിന്നലും അടിച്ചപ്പോൾ ഇവിടുത്തെ ISRO ഒരു കാര്യം പറഞ്ഞു, ആകാശത്ത് നിന്നൊരു മേഘം ഇറങ്ങി വരുന്നു. അതാ ഇന്നലെ ചാനലിൽ ഞാൻ നിങ്ങളെ കാണിച്ചത്. അതിൻ്റെ പേര് ക്യൂമിനോ നിംബസ് ഓക്സിജൻ ചേംബർ. തൻ്റെ ഭക്തന്മാരെ മധ്യാകാശത്തിൽ കൊണ്ടുപോകുവാൻ, മേഘത്തട്ടിൽ എടുക്കപ്പെടുവാൻ ആകാശത്തിൽ നിന്ന് മേഘമിറങ്ങിയ സയന്റിഫിക് ഇക്വേഷനോട് കൂടി ഇന്നലെ രാത്രി അവസാനിച്ചു. ഇന്ന് രാത്രി നാം ജെറുസലേമിലേക്ക്, ഈ തലമുറയിൽ മരിച്ചവർ ഉയർക്കുമോ, കർത്താവിൻ്റെ വരവ് നടക്കുമോ? ഒരു രാത്രി കൂടി, നല്ല രാത്രി കുഞ്ഞുങ്ങളോട്. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാഗതമായി വിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി സ്വർഗ്ഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ രാത്രിയും വിശ്വാസത്തോടെ പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. നിലമ്പൂരിലെ ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Everyone open your Bible in this evening. We are going Zechariah prophecy chapter 12 verse 1, 2, 3. വിശുദ്ധ ബൈബിൾ സക്കറിയ പ്രവചനം 12, 1, 2, 3 വാക്യങ്ങൾ. അരുമയാണ് തമിഴ് ബൈബിൾ പേർച്ചത്. സക്കറിയ ദീർഘദർശിൻ കടിതം അധികാരം 12 വസനത്തെ വാസിക്കരുത്. 1, 2, 3 കുഞ്ഞുങ്ങൾ വായിക്കും ബൈബിൾ കൂടെ. സക്കറിയ 12, 1, 2, 3 വായിച്ചാട്ടെ. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. കറക്റ്റ് ആയിട്ട് കുഞ്ഞു വായിക്കുന്ന ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ യെരൂശലേമിനെ, ഇതാ ഇന്ന് രാത്രി പ്രസംഗം എല്ലാം ചെല്ലുന്നത് യെരൂശലേമിലേക്കാണ്. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. ഒരു മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യാം. ഇന്ന് രാത്രി ചിന്തിക്കുന്ന ഒന്നാമത്തെ ഭാഗം യെരൂശലേം. ഇന്നലെ ഞാൻ 67 പറഞ്ഞു, പരിഭ്രമ പാത്രം. അടുത്ത വാക്ക് യെരൂശലേമിന്റെ നിരോധത്തിങ്കൽ. ഇസ്രായേലിന് ലോകരാജ്യങ്ങൾ മുഴുവൻ നിരോധിക്കുന്ന ഒരു കാലം വരും. ഇസ്രായേലിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദായിക്കും വരും. പശ്ചിമേഷ്യ മുഴുവനും വല്ലാത്തൊരു പ്രതിസന്ധി വരാൻ പോകും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. That means English Bible saying a crying stone, ഭാരമുള്ള കല്ല്. അരുമയാണ് തമിഴ് ബൈബിൾ, അന്ത നാൾക്കല്ല യെരൂശലേം തത്തളിപ്പിൻ പാത്രമായിരിക്കും, ഭാരമുള്ള ഒരു കല്ലായിരിക്കും. അടുത്തത് അതിനെ ചുമക്കുന്നവരൊക്കെയും. In this presence ആരെങ്കിലും വിഷയത്തിൽ ഇടപെടുന്നവരെല്ലാം കഠിനമായി മുറിവേൽക്കും. ഇന്ന് രാത്രി ആ മുറിവ് പറയുമ്പോൾ അവസാനിക്കും. അടുത്തതാ നമ്മുടെ പ്രസംഗം. വായിക്കാം. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. യഹൂദനല്ലാത്തവന്റെ എല്ലാം പേര് ജാതികൾ, അവരെല്ലാം ഇതിന് വിരോധമായി കൂടി വരും. 5 ഭാഗങ്ങളായ പ്രസംഗത്തിന്റെ ഉൾക്കാമ്പ്. 1 യെരൂശലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി കൂടി വരും, 5 ഈ വിഷയത്തിൽ ഇടപെടുന്ന ലോകരാജ്യങ്ങൾ കഠിനമായി മുറിവേൽക്കപ്പെടും. ആ മുറിവ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയൻ വാനമേഘങ്ങളിൽ വരും. കണ്ണുകളടയ്ക്കാൻ ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുക. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ ശ്രുതികളിന്മേൽ വസ്ത്രം വെളിപ്പെടുക. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരികെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഈ രാത്രി ദൈവകരം വെളിപ്പെടുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വനായ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ചുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ കഴിഞ്ഞ രാത്രി 2 ദിനങ്ങൾ ഞങ്ങളെ അനുഗ്രഹിച്ച് വിശ്വസ്തനായ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി നന്ദി. തേജസ് വാരി ഉടുത്തവന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുക. അകത്തളങ്ങൾ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ നദികൾ ഒഴുകട്ടെ, ജീവജല നദി ഒഴുകട്ടെ, അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ, പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ, അത്ഭുത രോഗശാന്തിയുടെ നദി ഇന്ന് രാത്രി ഒഴുകട്ടെ. ഒരു രാത്രി കൂടി ദൈവത്തിന്റെ തിരുവചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ, ഇന്ന് രാത്രി ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ജീവന്റെ വചനവും ആരാധനയും പട്ടണത്തിനകത്ത് വെളിപ്പെടുമ്പോൾ നാളുകൾ
നാളുകൾ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് പരിശുദ്ധാത്മാവ് തരണമേ. ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, ജീവിതം തകർന്ന വ്യക്തികൾ യേശുവിനെ കാണുവാൻ, ഇതുവരെയും ദൈവത്തെ അറിയാത്ത ചില കുഞ്ഞുങ്ങൾ കാന്തന് വേണ്ടി കരമുയർത്തുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ ഒരു രാത്രി കൂടി തിരുക്കരങ്ങൾ തരുന്നു. പ്രിയപിതാവേ, ഓൺലൈനിൽ കൂടി രോഗരാജ്യങ്ങൾ വീക്ഷിക്കുന്ന മക്കളെ ഈ ടൈമിൽ ഞങ്ങൾ പ്രസൻസിൽ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം കാക്കണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേര് ഉയരരുത്, വിദ്യാഭ്യാസം ഉയരരുത്, പ്രൊഫഷൻ ഉയരരുത്. ഇന്ന് രാത്രി ക്രൂശിൽ അവസാനത്തുള്ള രക്തവും ഒഴിക്കാൻ നാഥന്റെ നാമം മാത്രമേ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഉയരണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം കാക്കും മക്കളെ വിടുതലോടെ കടത്തിവിടുക. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, മഹത്വവും പുകഴ്ചയും അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം, ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീത വചനഭാഗം ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇന്നലെ രാത്രി പ്രസംഗിച്ചതിൻ്റെ 3-ാം ഭാഗം. ആ പ്രസംഗങ്ങൾ അവസാനിക്കത്തില്ല. കർത്താവിൻ്റെ വരവിൻ്റെ ദീർഘമായ പ്രസംഗങ്ങളിൽ ഒരു പരമ്പര. അതിൽ 3-ാം ഭാഗം ഇന്ന് രാത്രി മശിഹായുടെ വരവും മരിച്ചവർ എപ്പോൾ ഉയർത്തെഴുന്നേൽക്കുക. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പഴയ നിയമത്തിൽ 17 പ്രവചനം, പുതിയ നിയമത്തിൽ ഒരു പ്രവചനമേ ഉള്ളൂ. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 3 പ്രവചനങ്ങൾ കാതലായ പ്രവചനങ്ങൾ. ഇരമ്യാവ്, യെശയ്യാവ്, എസെക്കിയേൽ പ്രവചനം. മധ്യകാല പ്രവചനങ്ങളാണ് ശെഖര്യാ പ്രവചനം, ആമോസ്, ഹോശയ്യ, ദാനിയേൽ. കുഞ്ഞു പ്രവചനങ്ങൾ അനവധി. ഹബക്കൂക്കുണ്ട്, നഹൂമുണ്ട്, യോവേലുണ്ട്, മീഖായുണ്ട്, മലാഖിയുണ്ട്, യോനയൊക്കെ. ഇന്ന് രാത്രി വായിച്ചത് ശെഖര്യാ പ്രവചനം. യേശുക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ 550 കൊല്ലം പിറകിൽ തെക്കോവയിലെ ഇദ്ദോ പ്രവാചകന്റെ കൊച്ചുമകനായ സക്കര്യാവിനോട് ദൈവം കൊടുത്ത അരുളപ്പാട് സക്കര്യാ പ്രവചനം. 14 അധ്യായങ്ങൾ ഇതിനകത്തുണ്ട്. 250 പരം വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇസ്രായേലിനെ പറ്റിയ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ഓശാന പെരുന്നാൾ മുതൽ മശിഹായുടെ വരവ് വരെ രേഖപ്പെടുത്തുന്നു. 9 മുതൽ 9 കഴുതക്കുട്ടിയുടെ പുറത്ത് നാഥൻ യാത്ര ചെയ്യുന്നു. 10 ഇസ്രായേൽ തളിർക്ക്. 11-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ നിലവിളി. 12 ഏറ്റവും നിർണായകമായ ഒരു സംഭവം നടക്കും. ജാതികൾ യെരൂശലേമിനെ വളയും. 13-ാം അധ്യായത്തിൽ അവർക്ക് വേണ്ടി ഒരു ഉറവ തുറക്കും. 14 എൻ്റെ നാഥന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ട്. അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ രാത്രി നാം യാത്ര ചെയ്യുന്നത്. അതിനാസ്പദമായി 12-ാം അധ്യായം വരുമ്പോൾ ഇസ്രായേലിന്റെ നിലവിളിയുടെ കാതലായ ഭാഗങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. ഇസ്രായേലിനെ കുറിച്ചുള്ള എദ്ദോ പ്രവാചകന്റെ മകനായ സക്കര്യാവിനോട് കൊടുത്ത പ്രവാചക ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിലാക്കുകയും ചെയ്ത സർവശക്തനായ ദൈവം അരുളപ്പാട് കൊടുക്കുന്നു. അന്നാളിൽ ജെറുസലേം ഒരു പരിഭ്രമമാകും. അതൊരു പാത്രമായി തന്നെ മാറും. അതിനെതിരെ ജാതികൾ വിരോധമായി കൂടി വരും. അതൊരു ഭാരമുള്ള കല്ലായി വരും. ഈ വിഷയത്തിൽ ഇടപെടുന്ന എല്ലാവരും കഠിനമായ മുറിവേൽക്കപ്പെടും. One more time revise in this evening we are studying the prophecy of Zechariah. അതിനകത്ത് 5 ഭാഗങ്ങൾ. The first one യെരൂശലേം. 2-ാം ഭാഗം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. സങ്കീർത്തനം വായിച്ചപ്പോൾ യെരൂശലേം പട്ടണം പിടിച്ചടക്കി. അതൊരു പരിഭ്രമപാത്രമായി. 3-ാം കാര്യം ഭാരമുള്ള കല്ല്. ഇന്ന് രാത്രി പറയും 4 ജാതികളെല്ലാം അതിനെതിരെ വിരോധമായി കൂടി വരും. അതാ ഇന്നത്തെ അറബ് ലീഗും പശ്ചിമേഷ്യയിലെ യുദ്ധം. 4-ാമത്തെ സംഭവമായി അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ആ മുറിവ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രത്യാശ നാഥൻ മധ്യാകാശത്തിൽ വരും. ബൈബിളിലേക്ക് ഒരു സീരിയൽ ഇരിക്കുന്നല്ലോ. 1 യെരൂശലേം. എന്താ യെരൂശലേം? എവിടെ ആരംഭിച്ചു? എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. യെരൂശലേം എന്ന പേരെവിടെ തുടങ്ങി? എവിടെ തൊട്ട് ഇതിന്റെ പ്രശ്നം ആരംഭിച്ചു? ഉൽപ്പത്തി 1 ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ. വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. കാസ്മോസ് അതിന് പറയുന്നത് ഏറ്റവും നിർണായകമായ ഗ്രീക്ക് മൂലഭാഷ. സയൻസ് കുഞ്ഞുങ്ങൾ വേർഡ്സ് യൂണിവേഴ്സ് പ്രപഞ്ചം. 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് 6000 കൊല്ലങ്ങൾക്കും ആദം കുടുംബത്തെ സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാര, ജീവശാസ്ത്രം. നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം അവരെ മെനഞ്ഞു. അതിന് ആദമിന് തക്ക തുണയായി ഹവ്വായെ കൊടുത്തു. ഏതെന്റെ പൂങ്കാവനത്തിലകത്തുകൊണ്ട് ആദ്യത്തെ വിവാഹവും നടത്തി. അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. ദൈവം കൊടുത്ത കൽപ്പനകൾക്ക് വിരുദ്ധമായി തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഫലം ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകുക. സർപ്പ ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. ഹവ്വ കടിച്ച അച്ചായനം കൊടുത്തു. രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി. സ്വർഗത്തിന്റെ കരമിറങ്ങി. അതാ VD സതീശൻ സാർ ഇന്നും എഴുതിയ പുസ്തകം. ആദമേ നീ എവിടെ? സന്തോഷമില്ലല്ലോ. പാപം ചെയ്ത ആദമിനോട് സ്വർഗം ചോദിക്കുന്നത് നീ എവിടെയെന്ന് നമ്മുടെ അടുത്ത് ആരും ചോദിക്കുന്നില്ല. മനസ്സിലാക്കുന്നവർക്ക് സ്തോത്രം. അങ്ങനെയെങ്കിൽ ആദമേ നീ എവിടെ? 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. കായീനും ഹാബേലും ആരാധനയ്ക്ക് വേണ്ടി നിലത്തിനകത്ത് വന്നു. ഇറാഖ് കുവൈറ്റ് യുദ്ധമല്ല ആദ്യത്തെ യുദ്ധം നടന്നത്. നടക്കുന്നു കായീൻ ഹാബേൽ. മേൽത്തരമായ വിഭവങ്ങളെ കൊണ്ടുവന്നു. ദൈവകരം ഇറങ്ങിയില്ല. ഹാബേൽ ദൈവസന്ധിയിൽ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്നു. കുഞ്ഞാട് ദൈവസന്ധിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാബേലിന്റെ ആരാധനയിൽ പ്രസാദിച്ചു. ദുഷ്ടമനുഷ്യനായ കായീൻ ഹാബേലിനെ വെട്ടിക്കൊല്ലുന്നു. ഹാബേലിന്റെ രക്തം നിലത്ത് വീണ് നിലവിളിക്കുന്നു. സ്വർഗത്തിന്റെ 2ാമത്തെ ശബ്ദം കായീൻ
കായിനെ നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? ഞാൻ അവന്റെ കാവൽക്കാരനോ? മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കുവാൻ തുടങ്ങി, ആയുസിന് വെട്ടിച്ചുരുക്കം തുടങ്ങി. ഉൽപ്പത്തി 6 വരുമ്പോൾ, ഏറ്റവും 5 വരുമ്പോൾ അവസാനമായി ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടിയ മക്കൾ ശ്രദ്ധയോടെ. അതിന്റെ പ്രത്യേകത ഹാനോക്കിന്റെ മകളായ ബെദുശലേഖന ഏറ്റവും കൂടുതൽ ആയുസ് 969. 1000 ആരും പോയില്ല, എല്ലാവരും ശവപ്പെട്ടിയിൽ കയറി. അപ്പൊ നിലമ്പൂരിലെ ദൈവമക്കൾ വീട്ടിൽ കുത്തിൽ ഇന്ന് രാത്രി കേൾക്കണം. എന്താ പ്രത്യേകത? ഈ മധ്യശലേക്ക് പരസ്യോഗത്തിൽ പ്രസംഗിച്ചില്ല, കവലയോഗത്തിൽ പ്രസംഗിച്ചില്ല, ട്രാക്ട് കൊടുത്തില്ല, ഒരുപക്ഷെ കൺവെൻഷന്റെ പോസ്റ്റ് ഒട്ടിച്ചില്ല. അവന് 969 വർഷം ആയുസ് കൊടുക്കാൻ ഒരു വിഷയമുണ്ട്. അപ്പൻ വചനമെടുത്തു. കരമുയർത്തുന്നവർക്കായി നിങ്ങൾ വചനമെടുത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകളെ മാനിക്കുന്നവന സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി മനുഷ്യലേക്ക് വലിയ കാര്യമൊന്നും ചെയ്തില്ലെങ്കിലും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്താ? ദൈവവചനത്തോട്, വേർഡ് ഓഫ് ദ ഗാഡ്, അതവനോട് ചേർന്ന് നടന്നുകൊണ്ട് തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. 969 സംവത്സരം മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം, മനുഷ്യലേഖന്റെ മകനായി ഒരുവൻ ജനിച്ചു, ലാമേക്കിന്റെ സന്തതിയായി നോഹ ജനിച്ചു. ആ കാലത്ത് ഉൽപ്പത്തി 6 ദൈവത്തിന്റെ പുത്രന്മാർ, ലോകത്തിന്റെ പുത്രിമാരെ തെരഞ്ഞെടുത്തു. അതിന്റെ പ്രത്യേകത ഇന്നത്തെ കല്യാണങ്ങൾ, ലെസ്ബിയൻ, ഗൈ മാരേജ് എല്ലാം വന്നു. സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. ഇവൻ മനുഷ്യൻ പാപം ചെയ്യുന്നു, മനുഷ്യന്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് സദാകാലവും വർദ്ധിച്ചു കൊണ്ടിരിക്കത്തില്ല. അവൻ ജഡം ആയുസിനെ 120 സംവത്സരമാക്കി. പാപം ചെയ്ത മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിന്റെ കരമിറങ്ങി. നോഹയോട് പറഞ്ഞൊരു പെട്ടകം പണിയാൻ 7 ഘടകങ്ങൾ. 1 ഗോഫേർ മരം, 2 300 നീളം, 3 50 വീതി, 4 30 ഉയരം. അത് കഴിഞ്ഞതിന് ശേഷം 3 തട്ടുകൾ, 5 6 കിളിവാതിൽ, 7 സൈഡ് വാതിൽ. നോക എല്ലാ സ്ഥലത്തും പോയി പടപട പ്രസംഗിക്കുവാൻ തുടങ്ങി. പ്രസംഗമെല്ലാം ശക്തിയോടെ മുന്നോട്ട് പോയപ്പോൾ ആൾക്കാരെല്ലാം ഞങ്ങൾ പറയുന്ന പോലെ പറഞ്ഞ് അവരൊക്കെ എന്തോ പറഞ്ഞ് പേടിപ്പിക്കുക. അവസാനം നോകയോട് സ്വർഗം പറഞ്ഞ് ആംപ്ലിഫയറും വിറ്റേര്, നമ്മുടെ മറ്റഡോറിന്റെ വണ്ടിയും വിറ്റേര്, പെട്ടകത്തിൽ കയറാൻ പറഞ്ഞു. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. നോക ചെന്ന് പെട്ടകത്തിൽ കയറി. അവിടെ പെയിന്റ് അടിച്ചവനും ചിന്തേരടിച്ചവനും അതിന് പാൽപുട്ടിയിട്ടവനും പെട്ടകത്തിന് കയറ് റോപ്പ് കൊടുത്തവന് ഒരുവനും കയറിയില്ല. ഇതാ ഇന്നത്തെ ദൈവസഭയോ. ഈ പ്രസംഗിച്ച സമയത്തെല്ലാം നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു കിടന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിലമ്പൂർ കൺവെൻഷൻ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അതാ വാതിൽ. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. കരമുയർത്തുന്നവർക്കായി എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ക്രിസ്തുവാകുന്ന പെട്ടകത്തിന്റെ വാതിൽ തുറന്നു കിടക്കിയ കാലത്തിന്റെ യവനികത്ത് ഇത് അടഞ്ഞു പോകും. കരമുയർത്തുന്നവർക്കായി സ്തോത്രം. അങ്ങനെയെങ്കിൽ വാതിൽ അടയുന്നതിന് മുമ്പ് രക്ഷയിലേക്ക് കടക്കാം. ആ നോഹയകത്ത് കയറി പെട്ടകത്തിന്റെ വാതിൽ സ്വർഗമടച്ചു. 40 രാവും 40 പകലും ആകാശത്തിൽ നിന്ന് മഴ. അന്നാ സുനാമി വന്ന് 2004 സുനാമി വന്ന് നോഹയുടെ കാലത്ത് ആഴിയുടെ ഭണ്ഡാരഗ്രഹങ്ങൾ ഇളകി. എന്താ സംഭവിച്ചത്? നമ്മുടെ പോത്തുകല്ലിൽ കൂടെ, ചാലിയാർപുടിയെ കൂടെ ഒക്കെ പെട്ടുകൊഴുകി. നോഹയുടെ ഭാര്യ പറഞ്ഞ എന്തോന്നറിയോ? അച്ചായ ഇതെങ്ങും പോവത്തില്ല, ഇത് മിക്കവാറും അല്ല ശ്രീലങ്കയിലെങ്ങാനും ചെല്ലുമെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി പെട്ടകത്തിനകത്ത് ഇച്ചിരി വെള്ളം കയറാൻ തുടങ്ങി, കാറ്റടിക്കാൻ തുടങ്ങി. പിള്ളേരും പറഞ്ഞു, പപ്പ ഇത് കർത്താവ് പറഞ്ഞ ഒന്നും ശരിയല്ല, നമ്മളെങ്ങും ചെല്ലത്തില്ല, മിക്കവാറും ഇത് എവിടെങ്ങാനും ചെല്ലുമെന്നറിയാവും. പല ശ്രീലങ്കയിലെ പണ്ട് നമ്മുടെ മാത്യു പാസ് പറയുന്നല്ലോ, ഒഴുകി എവിടെങ്കിലും അങ്ങ് ചെല്ലുമെന്ന്. സ്വോത്രം. അപ്പം എന്താ നോക സമാശ്വസിപ്പിച്ചു. എന്താ സമാശ്വസിച്ച്? മക്കളെ, ഇത് അടിസ്ഥാനം വിട്ട് സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് കേൾക്കണം. നിന്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത് കൊടുങ്കാറ്റടിക്കും, പെരുങ്കാറ്റടിക്കും, ഈശാന് മൂലനടിക്കും, ഒരുപക്ഷെ തകരുമെന്ന് പടകിനകത്തുള്ളവരും പറയും. എന്നാൽ ഇന്ന് രാത്രി അപ്പച്ച, അമ്മാമേ, സഹോദര, സഹോദരി, അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഇന്ന് രാത്രി അല്പം ഉലഞ്ഞാലും, അല്പം വെള്ളം കയറിയാലും, ചില പ്രതിസന്ധികൾ വന്നാലും, ആരാധിക്കുന്ന നിന്റെ പെട്ടകത്തെ സമുദ്രത്തിൽ ഒഴുക്കി കളയുന്നവനല്ല ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് വേണ്ടി ഒരരാരാത്ത് സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ട്. ദൂതെടുക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങി, ജാതി വിട്ട്, വീട് വിട്ട്, കൂട് വിട്ട്, നാമതയെ കൂട്ടം വിട്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ നോഹയുടെ പെട്ടകത്തെ പോലെ ചില ഒലച്ചിലുകൾ വന്നെങ്കിൽ, അമ്മാമയെ കുടുംബത്തിനകത്ത് ചില കാറ്റുകൾ വന്നെങ്കിൽ, അച്ചായ പെരുങ്കാറ്റും കൊടുങ്കാറ്റും വന്നെങ്കിൽ നിന്റെ പെട്ടകം തകരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വചനത്താൽ പണിയപ്പെട്ട 7 അടിസ്ഥാന ഉപദേശങ്ങൾ നിൽക്കുന്ന ദൈവ സഭയെ നിത്യതയിലെത്തിക്കുക. പിൻപിൽ സിയോനിന്റെ കരങ്ങൾ ഇറങ്ങി വരുന്ന രാത്രിയ വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാത്രി പ്രതിസന്ധികൾ കണ്ട് നീ പുറകോട്ട് പോകരുത്. സിസ്റ്റർ, ബ്രദർ, അല്പം കാറ്റടിച്ചാലും, അല്പം കൊടുങ്കാറ്റടിച്ചാലും, പെട്ടകത്തിനകത്ത് വിള്ളൽ വന്നാലും, സ്വല്പം വെള്ളം കയറിയാലും അതിൻ്റെ പിൻപിൽ ഒരു കര നിനക്ക് വേണ്ടി ഉയരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അത് തകരത്തിൽ വീട്ടിലുള്ളവർ തന്നെ പ്രശ്നമുണ്ടാക്കും. എന്താ അവസാനിച്ചെന്നത്? അത് അരാരാത്തിനകത്ത് ഉറച്ചു. അരാരാത്തിനകത്ത് ഉറച്ചത്
നമുക്കറിയാം ഇവിടുന്ന് പല കൂടലൂർ പോകുന്ന പുഴ പോലൊരു ദ്വീപിനകത്ത് ഉറച്ചു. നോഹയുടെ ബൈബിളൊന്നുമില്ല, ട്രാക്റ്റുകളുമില്ല. എന്തായാലും മൺവട്ടിയും കുന്താലിയൊക്കെ ഉണ്ടായിരുന്നു പെട്ടകത്തിനകത്ത്. സ്വോത്രം. ഇറങ്ങി ഉടനെ പിന്നെ സൂചിയുടെ പ്രസംഗമല്ലല്ലോ, നല്ല വൃത്തിയായിട്ട് എക്കൽ നിറഞ്ഞ മണ്ണെല്ലാം നല്ലതുപോലെ കൃഷി ചെയ്തപ്പോൾ എന്താ, നല്ല മുന്തിരി റെഡിയായി. ഭൂമിയിൽ ജനസംഖ്യയും പുറകെ വരുവാനും തുടങ്ങി. അപ്പോൾ ആദ്യം മുന്തിരി ആരൊക്കെ മേടിച്ചു? നിലമ്പൂക്കാർ മേടിച്ചു, മഞ്ചേരിക്കാർ മേടിച്ചു, എടക്കരക്കാർ മേടിച്ചു. ഇവർ പേശി വില പറഞ്ഞ് കുറച്ച് മേടിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ബാംഗ്ലൂരിലെ ഡിസ്റ്റിലറി കമ്പനിക്കാർ, നാടൻ കഥ, ബൈബിളിലല്ല, ഈ ബിയർ ഉണ്ടാക്കുന്ന കമ്പനിക്കാരെന്തോ ചെയ്തു, അവർ വന്ന് നോഹയോട് പറഞ്ഞു, അച്ചായ എന്തിനാ ഈ പിന്നെ മഞ്ചേരിയിലും നിലമ്പൂരും എടക്കരയും കൊടുക്കുന്നത്? പിക്ക് പാക്ക് ചെയ്ത് അങ്ങ് ബാംഗ്ലൂരിലോട്ട് വിട്ടാറ്, ഞങ്ങൾ ഓൺലൈൻ വഴി അയച്ചേക്കാന്ന്. സന്തോഷമില്ലല്ലോ. അച്ചായന് സന്തോഷമായി, നല്ല ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരും. മനസ്സിലാക്കുന്നവർക്കായി ഇങ്ങനെ ഇവർ കൃത്യമായിട്ട് അയച്ചു. ബാംഗ്ലൂരിലെ കള്ള് കമ്പനി പുരോഗമിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, സെയിൽസ് മാനേജർമാർ 6-8 മാസം കൂടുമ്പോൾ നമ്മുടെ ഡീലേഴ്സിനെ കാണാൻ വരും. ഡയറി, കലണ്ടർ, കീ ചെയിന്, ഗിഫ്റ്റ്. സന്തോഷമില്ലല്ലോ. ഇത് പറഞ്ഞാലേ മനസ്സിലാവല്ല, ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വോത്രം. ഇതെല്ലാം വന്നു. അങ്ങനെ ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ നോഹയെ കാണാൻ ബാംഗ്ലൂരിലെ ഡിസ്റ്റിലറി കമ്പനിക്കാർ വന്ന് അവർ അച്ചായനോട് പറഞ്ഞു, അച്ചായൻ്റെ മുന്തിരിങ്ങ എല്ലാം കിട്ടി, ഞങ്ങൾ നല്ല ബിയർ ഉണ്ടാക്കി, കമ്പനിയെല്ലാം റെഡിയായി. ഉടനെ ബാഗ് കൊടുത്തു, കുട കൊടുത്തു, വടി കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് 3 കുഞ്ഞ് സാമ്പിൾ ബോട്ടിലും കൊടുത്തു. സന്തോഷമില്ലല്ലോ കുടിക്കാനായിട്ട്. അപ്പം നോഹ പറഞ്ഞു, അയ്യോ ഞാനിത് തൊടത്തില്ല, പണ്ട് ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രസംഗിച്ച ആൾ, അതുകൊണ്ട് തൊടത്തില്ല. അപ്പോൾ അവർ പറഞ്ഞ്, ഇച്ചിരിയൊക്കെ കുടിച്ചാൽ കർത്താവ് ക്ഷമിക്കുമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇന്ന് പെന്തക്കോസിലെ ചില ഊളിയക്കാർ പറയുന്നു, കുഞ്ഞമ്മാമേ ശോശാമാമേ ഇച്ചിരിയൊക്കെ കുടിച്ചാലും അക്കരെ നാട്ടിൽ പോകുമെന്ന്. സന്തോഷമില്ലല്ലോ. അതിന് ചിലർ പറയുന്ന കാര്യമുണ്ട്, കാനാവിലെ കല്യാണം വിട്ട് യേശു പച്ചോളത്തെ വീഞ്ഞാക്കിയതാ, അതുകൊണ്ട് കുഞ്ഞ് ബിയർ അടിച്ചാലും കുഴപ്പമില്ലെന്ന്. അതിൻ്റെ ഇടയ്ക്ക് കോട്ടയത്ത് ചില ഉപദേശിമാർ പറയുന്നു, ബിയർ അടിച്ചാൽ യൂറിനും ക്ലിയർ ആകുമെന്ന്. സന്തോഷമില്ലല്ലോ. മനസ്സിലാക്കുന്നവർക്ക് ശ്രോത്രം, അത് മനസ്സിലാക്കുന്നവർ അത്. അപ്പം സഹോദരിമാർ ചിരിക്കുന്നത്, സഹോദരിമാരൊന്നും അങ്ങനെ ചിരിക്കേണ്ട. മനസ്സിലാക്കുന്നവർക്കായി തക്കം കിട്ടിയ കുഞ്ഞു ബിയർ അവരും അടിക്കും. മനസ്സിലാക്കുന്നവർക്കായി സന്തോഷമില്ലല്ലോ. തിരുവനന്തപുരം ടെക്നോ പാർക്ക് രാത്രിയിൽ ഷാജിപ്പാസ്കരെ അച്ഛനെ വിട്ടിരിക്കുന്നു. രാത്രി മിക്ക ദിവസവും 11 മണിക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ പല ദിവസവും വണ്ടി ഓടിച്ചാൽ വരുന്നത്. കഴക്കൂട്ടം തുടങ്ങി തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ അവിടെ നല്ല കുഞ്ഞുങ്ങൾ ശവനപ്പം അല്ല അടിക്കുന്നത്, നല്ല സുന്ദരമായ ബിയർ. മാത്യു സന്തോഷമില്ലല്ലോ. കൊച്ചി മറൈൻ ഡ്രൈവ് അതിൻ്റെ ബാക്കിയാണ്. മനസ്സിലാക്കുന്നവർക്കായി കലൂരും ചിറ്റൂരും തോപ്പുംപടിയെല്ലാം ഞാൻ പ്രസംഗിക്കാൻ മുമ്പ് രാത്രി ഞങ്ങൾ പലപ്പോഴും നടക്കാനിറങ്ങിയപ്പം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അമ്മാമ്മമാരും ഇച്ചിരിയൊക്കെ അടിക്കും. മനസ്സിലാക്കുന്നവർക്കായി നിലമ്പൂരിലെ അമ്മാമ്മമാരും ആരും അറിയാതെ ബിവറേജസ് ഇരിക്കുന്ന കൂലിക്ക് 50 രൂപ കൊടുത്തിട്ട് കുപ്പി മേടിച്ചുകൊണ്ട് വന്നു. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. മനസ്സിലാക്കുന്നവർക്കായി ഈ പള്ളിക്ക് ഈ മണി മതി. മനസ്സിലാക്കുന്നവർക്കായി എന്താ സംഭവിച്ചതെന്നറിയാവോ? ഇപ്പം നോഹ 30 അടിച്ച് 60 അടിച്ച് 90 അടിച്ചു. നമ്മുടെ നിലമ്പൂരിലെ തോമാച്ചൻ പോസ്റ്റിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നല്ല ഇപ്പം അവൻ്റെ കടപ്പ്. മനസ്സിലാകുന്നവർക്കായി അതിൻ്റെ പ്രത്യേകത എന്താ? ആദ്യത്തെ കുടുംബം തകർന്നത് എന്താ? മദ്യപാനത്തിൻ്റെ പ്രത്യേകത, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഒരു സുപ്രഭാതത്തിനകത്ത് ഉച്ചസമയത്ത് കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നപ്പോൾ കൂടാരത്തിനകത്ത് നോഹ വിവസ്ത്രനായി കിടക്കുന്നു. കുഞ്ഞുങ്ങൾ ഒരു പുതപ്പിച്ചപ്പോൾ കണ്ണു തുറന്ന നോഹ ശപിച്ചു. എന്താ ശപിക്കുന്നത്? കനാൻ ശപിക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ സാന്നിധ്യം എവിടുന്ന് മാറിനോ. ഇവൻ ശപിക്കപ്പെട്ടവൻ. ഒരു കാലത്ത് ദൈവവചനം എടുത്ത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന കുഞ്ഞ് പോയപ്പോൾ ദൈവം അവനെ വിട്ടുപോയി. മനസ്സിലാകുന്നവർക്കായി അത് പറഞ്ഞപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഇത് പാസ്റ്റർമാർക്ക് വേണ്ടി മേടയിൽ അരുമയാന ഒക്കാരുടെ ഊളിയക്കാർ ഇരിക്കുന്നത് എന്ന പക്കത്തിലും ഇരിക്കുന്നത്. അയ്യാ, നല്ല വേല ചെയ്യുന്ന പാസ്റ്റർമാര് വിമാനത്തിൽ കയറി കള്ളു കുടിക്കാൻ നിൽക്കല്ലോ. സന്തോഷമില്ലല്ലോ. മനസ്സിലാക്കുന്നവർക്കായി എയർ ഇന്ത്യ കയറിയാലും എമിറേറ്റ്സ് കയറിയാലും ഗൾഫ് എയർ കയറി എയർ ഹോസ്റ്റസ് കൊണ്ടുവന്ന്, സാർ ടേക്ക് ദ സാമ്പിൾ ബോട്ടിൽ. നമ്മൾ ആവേശത്തോട് ഉപവാസം കഴിഞ്ഞ പോലെ കുടിക്കും. അപ്പുറത്തിരിക്കുന്നവൻ്റെ ആപ്പിളിൻ്റെ മൊബൈലുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. മനസ്സിലാകുന്നവർക്കായി എയർ ഹോസ്റ്റസ് സാമ്പിൾ തന്നാൽ സമാധാനത്തോടെ ബാഗ് ഇട്ട് സൂക്ഷിക്കുക, പിന്നെ എവിടെങ്കിലും പോയി കുടിക്കുക. മനസ്സിലാകുന്നവർക്കായി ഇല്ലെന്നുണ്ടെങ്കിൽ കോട്ടയത്തൻ ചേട്ടൻ കുടിച്ചോളെ പരിപാടിയാവും. പാസ്റ്റർമാർക്ക് നല്ല വാർത്ത. മനസ്സിലാകുന്നവർക്കായി അങ്ങനെയെങ്കിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ദൈവസാന്നിധ്യം പോയി. സ്വർഗം എവിടേക്ക് പോയി? അവനെ വിട്ട് ആദമിന്റെ തലമുറയിൽ ഒരു കുടുംബം ഉണ്ടായിരുന്ന ശേത്ത്, ഇന്നത്തെ ഇറാഖ് കൽദേ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം ആ തേരകന്റെ മകനായ അബ്രഹാമിനെ കണ്ടവനെ വിളിച്ചു. ഉൽപ്പത്തി 12 അബ്രഹാമെ എഴുന്നേൽക്കാൻ പറഞ്ഞു. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി. 1498 കിലോമീറ്റർ ഇന്നത്തെ ബാഗ്ദാദ് ടു കനാൻ, ഇസ്രായേൽ. അബ്രഹാമിന്റെ കൂടെ പേരില്ലാത്ത ഒരുവനും കൂടെ കയറി. വിളി കേൾക്കാത്ത അവന്റെ പേര് ലോത്ത്. വാഗ്ദത്ത കനാനിൽ വന്നു. ആടുമാടുകളാ
പ്രൈ. നല്ല കാര്യങ്ങൾ മുൻപോട്ട് വന്നു. അബ്രഹാമിന് ഒരു ഭാര്യ വന്നു, സാറാമാമ. സന്തോഷമില്ലല്ലോ. ലോത്തിന് ഒരു ഭാര്യ വന്നു, ആ ഭാര്യ പേര് പറയുന്നില്ലല്ലോ, ബൈബിളിലും ഇല്ല, ഗൂഗിളിലും ഇല്ല. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. എന്താ സംഭവിച്ചത്? ആദ്യത്തെ കൊടി കുത്തിയത് CHU INTUC ഒന്നുമല്ല. ആദ്യത്തെ കൊടി കുത്തിയത് ആരാ? ലോത്തിന്റെ അമ്മാമ. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ എന്താ സംഭവിച്ചത്? നല്ല ദേശങ്ങൾ ലോത്ത് കൊണ്ടുപോയി, സോദോം ഗോമറ. മനസ്സിലാകുന്നവർക്കായി. അതിനുശേഷം അബ്രഹാമിന് കിട്ടിയതാ മമ്രയുടെ തോപ്പ്, ഈ നിലമ്പൂർ മല പോലെ കിട്ടിയതാ. ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി. പ്രായത്തിന്റെ ആധിക്യത്തിനകത്ത് 99 വയസ്സുള്ള അബ്രഹാമിന്റെ ദൈവകരം ഇറങ്ങി. അതിനോട് ചേർന്നാർക്കാ? സാറയുടെ ഉദരത്തെയും ദൈവം തുറന്നു, ഒരു സന്തതി കൊടുത്തു. അതിന്റെ പേരാ ഇസഹാക്ക്. ഇസ്രായേലിന്റെ ചരിത്രം. യെരൂശലേമിലേക്ക് നാം യാത്ര ചെയ്തു. ഇസഹാക്കിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയെ കിട്ടി. ആ ഭാര്യയുടെ പേര് റബേക്ക. ആ കാലഘട്ടത്തിൽ അവിടെ ഉള്ളത്തിൽ 2 പിള്ളകൾ ഉണ്ടായിരുന്നു. ഒരുവന്റെ പേര് ഏശാവ്, മറ്റവന്റെ പേര് യാക്കോബ്. അവിടെ തന്നെ പ്രശ്നമായിരുന്നു. ഏശാവ് മൃഗശാലയും വനവേട്ടക്കാരനുമായിരുന്നു. യാക്കോബ് ആരായിരുന്നു? മമ്മിയുടെ ചുരിദാറിനകത്ത് കറങ്ങിക്കൊണ്ട് വീട്ടിൽ നടക്കുന്നവർ. അങ്ങനെ ഇരിക്കുമ്പോൾ നിലമ്പൂരിലെ 32 പോലെ ചൂടടിച്ചു. അപ്പം ഒരു ദിവസം ഏശാവ് വനാന്തരത്തിൽ പോയി, എവിടെ നാട് കാണിയിലോ വഴിക്കടവിലോ പോയി. അപ്പം യാക്കോബ് ഒന്നാമത്തെ കാര്യം ചെയ്തു, നല്ല പയർ പായസത്തിനകത്ത് എസൻസ് എല്ലാം കുടഞ്ഞിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ശവനപ്പുമായിട്ട് വെച്ചിരുന്നു. മൃഗവേട്ട കഴിഞ്ഞ് കഴിഞ്ഞ് ഏശാവ് മടങ്ങി വന്ന് അനിയനോട് ചോദിച്ചു, അനിയ പയർ പായസവും വെള്ളവും തരും. അനിയൻ പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠാവകാശം തന്നാൽ തരാം. നമ്പർ 1, അവൻ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. രണ്ടാമത് യാക്കോബ് വലിയ ഉപായിയായിരുന്നു. അപ്പന്റെ കണ്ണ് മങ്ങിപ്പോയി. ഇപ്പൊ ചൈതന്യം ലേസർ അടിച്ചുകൊണ്ടിരിക്കുക. ആ കാലഘട്ടത്തിൽ അപ്പന് മരണത്തിൻ്റെതായ ധ്വനികൾ വരുവാൻ തുടങ്ങി. അപ്പൻ ഏശാവിനെ വിളിച്ച്, എൻ്റെ ആദ്യജാതനായ ഏശാവ്, നീ എവിടെങ്കിലും മലകളിലെങ്ങാണ് പോയി നല്ല വേട്ടയിറച്ചി കൊണ്ടുവരണം. അമ്മാമ്മ ഞങ്ങളുടെ അമ്മാമ്മയുടെ കടക്ക കൂടാരത്തിന്റെ ബാധക്ക് മറഞ്ഞു നിന്നു. ഏശാവ് കല്ലും കവണയും എടുത്ത് പോയി. ആരാ? മൃഗവേട്ടയ്ക്ക്. മമ്മി യാക്കോബിനോട് വിളിച്ച് പറഞ്ഞടാ കുഞ്ഞ്, അപ്പച്ചന് ചൗപ്പട്ടി ബിസയൊക്കെ റെഡി ആയിരിക്കുക, അനുഗ്രഹം മേടിക്കണം. അപ്പം മമ്മിയോട് ചോദിച്ച് എങ്ങനെ കിട്ടും? മമ്മി പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, മൃഗവേട്ട ഒന്നും വേണ്ട, തൊഴുത്തിനകത്ത് നല്ല പശുവോ കിടാവോ ഉണ്ട്, അതിനെ വെട്ടി ഇഞ്ഞ് കൊണ്ടുവന്നാൽ മതി. ഞാൻ അതിനകത്ത് നമ്മുടെ നിലമ്പൂർ അജിനാമോട്ടയൊക്കെ കുടയുന്ന പോലെ നല്ലതുപോലെ കുടഞ്ഞു തരാമെന്ന്. മനസ്സിലാക്കുന്നവർക്കായി നല്ല ഫാസ്റ്റ് ഫുഡ് മമ്മി ശരിയാക്കി. അപ്പോൾ യാക്കോബിൻ്റെ ഒരു സംശയം, അവൻ്റെ സൗണ്ട് മാറാൻ. അപ്പം എന്ത് ചെയ്യണം? മമ്മി പറഞ്ഞ് മോണോ ആക്ട്. പിന്നെ ഏശാവെന്നറിയാം, രോമക്കുപ്പായം. അപ്പൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് പാവപ്പെട്ട കണ്ണ് മങ്ങി അപ്പൻ ചോദിച്ചെന്നറിയോ? സ്വോത്രം. എന്താ ചോദിച്ചത്? ഇത്ര പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ലഭിച്ചു? ആദ്യത്തെ കള്ളം കർത്താവ് തന്നെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. 2, അപ്പം കഴിച്ചപ്പം ചോദിച്ച്, നീ ആദിജാതനായ ഏശാവോ? ആന്ന് പപ്പ. രോമക്കുപ്പായത്തിൽ തടവി, എന്നിട്ട് അനുഗ്രഹവും കൊടുത്ത്. ഉടനെ മമ്മി പറഞ്ഞ കാര്യമുണ്ട്, ഇനി ഇവിടെ നിന്നാൽ ചേട്ടൻ വാളുമായിട്ട് വരും. ആകെ അവന് നിലമ്പൂരെ അറിയാവും, വേറൊരു സ്ഥലവും അറിയത്തില്ല. മമ്മി എന്തോ ഇത്, അന്ന് GPS മൊബൈലും ട്രാക്കിംഗ് സിസ്റ്റവും ഇല്ല. ഒരു വടിയെല്ലാം കൂടെ കൊടുത്തു. നല്ലതുപോലെ എന്തോ ചെയ്തെന്നറിയാമോ? കുറച്ച് വെള്ളവും കൊടുത്തു. അവൻ നടന്നു. എവിടെ നടന്നു? നിലമ്പൂരിൽ നിന്ന് കൂടല്ലൂർ നടക്കുന്ന പോലെ നടന്നു. ലൂസിന്റെ പട്ടണത്തിൽ ചെന്നു. എന്നും ഗോദറേജിന്റെ AC-ക്കകത്ത് കിടന്ന് ഈ നല്ല സീരിയലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവൻ AC ഇല്ല, കുടിവെള്ളമില്ല, മസാബിയിൽ ഒന്നുമില്ല. അന്ന് രാത്രി ഒരു കല്ല് തലയണയായിട്ട് എടുത്തു വെച്ചു. അവന്റെ കണ്ണുനീര് തലയണയായി കല്ലിനകത്ത് ഇറങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ കോപണി ഇറങ്ങി. കരമുയർത്തുന്നവർക്കായി ഈ രാത്രി വിശ്വാസത്തോടെ ഈ നിലമ്പൂർ ഗ്രൗണ്ടിനകത്തിരുന്ന് പറയണം, എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും, നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കും. മാതാവേ പിതാവേ എന്ന് രാത്രി പഴയ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീർ ഇറങ്ങുമോ സ്വർഗത്തിന്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കരമുയരുന്നില്ലല്ലോ. നിലമ്പൂരിൽ പണ്ട് പിതാക്കന്മാർ മുട്ടുമടക്കി പുൽപ്പായിൽ കരഞ്ഞതുകൊണ്ട് വില്ലകളും വീടുകളും മക്കളെല്ലാം വിദേശത്ത് കൊണ്ടുപോയി കൈക്കകത്ത് 3 ATM കാർഡ് നല്ല ഇനോവകളും തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കരമുയരുന്നില്ലല്ലോ അച്ചായ. പുൽപ്പായെല്ലാം കഴിഞ്ഞു, ഇപ്പം ഡള്ളപ്പായ്. എന്ന് രാത്രി പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങി വരുമോ സ്വർഗത്തിന്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നാളെ ഗ്രൗണ്ട് കാലി സിസ്റ്റർ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാ. അവരുടെ മകൾ ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കോപണി വഴി ദൈവിക ദർശനം ഇറങ്ങി. അവൻ എന്താ പറഞ്ഞത്? യാക്കോബ് പറഞ്ഞു, കർത്താവ് ഈ യാത്രയിൽ കൂടെ ഇരിക്കണം, ഞാൻ പോകുന്നിടത്ത് തന്നെ കാക്കണം, എനിക്ക് കഴിപ്പാൻ തരണം, കുടിപ്പാൻ തരണം. അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എന്നെ മടക്കി വരുത്തണം. മനസ്സിലാക്കുന്നവർക്ക് എല്ലാവരും ഇവിടെ എവിടെ പോയെന്നറിയാമോ? ഇവൻ അപ്പോഴാ GPS ക്ലിയറായി. ചെന്ന നല്ലൊരു ഭവനം ഉണ്ടായിരുന്നു, ലാബാൻ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ലാബാൻ ഇപ്പം അവിടെ ചെന്നപ്പം ആകെ പ്രതിസന്ധിയിലാണ്. ആട്ടിന് മന്ദരോഗം, ഉള്ള കാശ് കരുവന്നൂർ ബാങ്കുകാരും കൊണ്ടുപോയി. സന്തോഷമില്ലല്ലോ. യാക്കോബിനോട് പറഞ്ഞ് സമാധാനത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യണം. ദൈവസാന്നിധ്യം ഇറങ്ങി അഭിഷേകത്തിൽ ആരാധിച്ച യാക്കോബിനെ കണ്ടു. ഒരു പോംപടി വെച്ചു. 7 വർഷം നീ ആടിനെ മേയ്ക്കണം, കൃഷിഫലങ്ങളെല്ലാം എടുക്കണം.
7 വർഷം കഴിയുമ്പോൾ ഒന്നാമത്തെ കല്യാണം. മനസ്സിലാകുന്നവർക്കായി ആരാ? റാഹേലിനെ കൊടുക്കാന്ന് വാട്സപ്പിൽ ഫോട്ടോ ഇട്ട് കൊടുത്ത് പാവപ്പെട്ടവൻ രാവും പകലും ആട്ടിനെ മേയിച്ച് കാടിയും വെള്ളവും എല്ലാം കൊടുത്തു. 7-ാം വർഷമായപ്പോൾ അങ്കിളിനോട് ആര് പറഞ്ഞു? യാക്കോബ് പറഞ്ഞു, അങ്കിളെ എൻ്റെ കല്യാണത്തിൻ്റെ സമയം. അങ്കിൾ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് കല്യാണം നടത്താമെന്ന്. രാത്രിയിലായിരുന്നു കല്യാണം എല്ലാം കഴിഞ്ഞ് ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാവിലെ നോക്കിയപ്പോൾ കട്ടിലിനകത്തിരിക്കുന്നു റാഹേലല്ല, ലേയ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. കൊടുത്താൽ കൊല്ലത്തല്ല നിലമ്പൂരും കിട്ടും. മനസ്സിലാകുന്നവർക്കായി കണ്ണു മങ്ങി അപ്പനെ പറ്റിച്ചപ്പോൾ പാവപ്പെട്ടവൻ യാക്കോബ് ചുങ്കത്തറ മാർത്തോമാ കോളേജ് ഡിഗ്രി എടുത്തിട്ടുള്ളായിരുന്നു. നമ്മുടെ ലാബാൻ തേഞ്ഞിപ്പാല യൂണിവേഴ്സിറ്റി നെമ്പിലെടുത്തവനായിരുന്നു. മനസ്സിലാക്കുന്നവർക്കായി കര ഉയരുന്നില്ലല്ലോ സ്വോത്രം. അവനെ പച്ചയ്ക്ക് അങ്ങ് പറ്റിച്ചു കൊടുത്തു. ആ സമയത്ത് എന്താ സംഭവം? അതായത് കേരളത്തിൽ നടക്കുന്ന റാഗേലിനെ കാണിച്ചിട്ട് ലയിരുത്താൻ നോക്കുക. മനസ്സിലാകുന്നവർക്കായി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, ഇത്രയൊക്കെ മതി. മനസ്സിലാകുന്നവർക്കായി അങ്ങനെയെങ്കിൽ എന്താ സംഭവിച്ചതെന്നറിയാവും? യാക്കോബ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ലാബാൻ പറഞ്ഞു ഒരു 7 വർഷം കൂടെ നിന്നാട്ട് 14 റാഗേലിനെ കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ബിൽഗാസിൽ ഇപ്പൊ 20 വർഷമായി ചർച്ചിൽ പോക്കില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നിലമ്പൂരിലെ കുഞ്ഞുങ്ങൾ UK പോയോല് ലാബാന്റെ മക്കൾ അവിടെ പോയി, കാനഡയിലും UK പോയി. പിള്ളേർ മടങ്ങി വന്നു. അക്ഷയായി വിവരാവകാശം നോക്കിയപ്പോൾ കരളായിലെ പുരേടോ അവൻ അടിച്ച്, മൂത്തയുടെ എസ്റ്റേറ്റ് അവൻ അടിച്ച്, എടക്കരയിലെ ബിൽഡിങ്ങും അടിച്ച്, എല്ലാ യാക്കോബ് കള്ളപ്രമാണം ഉണ്ടാക്കി. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ആ സമയത്ത് കുഞ്ഞുങ്ങൾ ഇങ്ങനെ പിച്ചാത്തി കാട്ടി നമ്മുടെ ഗുണ്ടുകാട് സാബു, അത് കഴിഞ്ഞ് തേഞ്ഞ് മരട് സുനീഷൊക്കെ കാണിക്കുന്നവർ ഇങ്ങനെ പിച്ചാത്തി കാണിച്ചു. അപ്പൊ യാക്കോബിന് പിടികിട്ടി രക്ഷയില്ലെന്ന്. അപ്പൊ ലാബാന്റെ മുഖവും പ്രൈസ്തലോടല്ല കടന്തൽ കുത്തിയോലിരിക്കുക. മനസ്സിലാകുന്നവർക്കായി കുഞ്ഞുങ്ങൾ ഊട്ടിയിലും കൊടൈക്കനാലും പോയി. ലാബാൻ രോമം കത്തിരിക്കാൻ പോയപ്പോൾ വീട്ടിൽ 3 വിനോവ ഉണ്ടായിരുന്നു. മക്കളോട് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് പടപടാ കയറിക്കുക, നമുക്ക് ഇമ്മീഡിയറ്റ് യാത്രയാകാം. വരുന്നത് എവിടാ? അപ്പൻ്റെ വീട്ടിലേക്ക് പോകാനാ. പക്ഷെ വഴിയരികെ ഒരു പ്രശ്നമുണ്ട്. യാബോക്കിന്റെ കടവ്. അവിടെ വന്നപ്പോൾ യവൻ അക്കരെ കടക്കാൻ വയ്യച്ച പഴയ കാലം. എന്നിട്ടും അവിടെ ഒരു കുഴപ്പം കാണിച്ചു മാത്യു പാസ്റ്ററെ. എങ്ങനോ അറിവ് കിട്ടി ആര് വരുന്നെന്ന്? ഏശാവ്. അന്നേരം നല്ല സുന്ദരിയായ കാവ്യമാധവനായ റാഹേലിനെ പുറകെ നിർത്തിയിട്ട് ലേയെ ചേർത്ത് പിടിച്ചു. കുത്തു കിട്ടുന്ന എവിള് തീരട്ടെന്ന്. മനസ്സിലാക്കുന്നവർക്ക് ശോത്രം. അങ്ങനെയുള്ള ഉപായിയായിരുന്നു യവൻ. മനസ്സിലാക്കണം. എന്താ സംഭവിച്ചതെന്നറിയാവോ? പെൺപിള്ളാരെ അക്കരെ കയറ്റിവിടാ യവന് പോകാൻ പറ്റത്തില്ല. പഴയ നിലമ്പൂർ ചന്തക്കുന്ന് പോലെ അധികം ആളില്ലാത്ത സ്ഥലം. സായം സന്ധ്യയിൽ ഒരു ദൂതൻ അതിലേ പോയി ഒറ്റപ്പിടി അവനെ യാക്കോബ് മൽപ്പിടുത്തം നടത്താൻ തുടങ്ങി. എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ വിടത്തില്ല. മനസ്സിലാക്കുന്നവർക്ക് ഉഷസായോളം മൽപ്പിടുത്തം നടത്തിയപ്പോൾ ലാസ്റ്റ് ദൂതൻ അവനോട് ചോദിച്ചു, മക്കളെ നിന്റെ പേരെന്തുവാ? അവൻ പറഞ്ഞു അപ്പനിട്ട പേര് യാക്കോബ്. ഉടനെ ദൂതൻ അവനോട് പറഞ്ഞു, ഇന്ന് മുതൽ നീ യാക്കോബല്ല, സർവശക്തനോടും ദൂതനോടും മല്ല് പിടിച്ചത് കൊണ്ട് നിന്റെ പേര് ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി ഉൽപ്പത്തി 32:27. അപ്പൊ ആദ്യം പാലസ്തീൻ അല്ല, ആദ്യം ഒരുവന്റെ പേരിൽ നിന്ന് വന്ന രാഷ്ട്രമായി ഇസ്രായേൽ. മനസ്സിലാകുന്നവർക്കായി അവരെവിടേക്ക് വന്നെന്നറിയാമോ? വാഗ്ദത്ത കനാനിലേക്ക് വന്നു. അനവധി കുഞ്ഞുങ്ങളുണ്ടായി. യാക്കോബിന്റെ മക്കളിൽ ഒരുവനായിരുന്നു യോസഫ്. എല്ലാവരും കേട്ടാട്ടെ. യോസഫ് ശേഖേമിലെ കാട്ടുമയിക്കാൻ പോയ ചേട്ടന്മാരെ അന്വേഷിച്ചു. അവസാനം അവൻ എവിടെ ചെന്നു? 1 അടിമച്ചന്ത, 2 പൊട്ടക്കിണർ, 3 പൊത്തിപ്പേറിന്റെ ഭവനം, 4 എവിടെ കിടക്കുന്നു? കാരാഗ്രഹത്തിൽ. അങ്ങനെ ഇരുന്നപ്പോൾ സ്വർഗത്തിന്റെ കരമിറങ്ങി അവൻ മിസ്രൈമിന്റെ ഉപപ്രധാനമന്ത്രിയായി. മനസ്സിലാകുന്നവർക്കായി ചേട്ടന്മാരെല്ലാം അരിയും പലോഞ്ഞണവും മേടിക്കാൻ വന്നു. ഇന്ന് രാത്രി അത് പറയുമ്പോൾ നിർത്തിത്തരാം. ചേട്ടന്മാർ അരിയും പലോഞ്ഞണവും മേടിക്കാൻ വന്നപ്പോൾ യോസേഫ് അരിയും പലോഞ്ഞണവും മാത്രമല്ല കണ്ണുമങ്ങി അപ്പനും 72 പേർക്ക് വിസിറ്റ് വിസയും കൊടുത്തു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ആരുടെ രഥങ്ങൾ? മിസ്രൈമിന്റെ രഥങ്ങൾ ഇസ്രായേലിന്റെ തെരുവീതിയിൽ വന്നു. കണ്ണുമന്ന അപ്പനുമായിട്ട് അവർ മിസ്രൈമിലേക്ക് കടന്നു വന്നു. ഇവർ ഒരു ജാതിയായി തീർന്നു. കാലത്തിന്റെ യവനികക്കകത്ത് ഒരു എബ്രായനല്ലേ യഹൂദൻ 10 കുഞ്ഞുങ്ങളെ അടിച്ചു കൊല്ലും. അതുകൊണ്ട് ഫറവോനൊരു കൽപ്പന പുറപ്പെടുവിച്ചു. എബ്രായ കുഞ്ഞുങ്ങളെ നൈൽ നദിക്കകത്ത് കൊല്ലുവാനുള്ള പദ്ധതി. അതിന്റെ നടുവിൽ ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു. മോശയോട് ദൈവം, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. ആഴമേറിയ ചെങ്കടൽ കടന്നു, പക്ഷേ കനാനിലെത്തിയില്ല. മോശ ചെങ്കടൽ കടന്നതോടുകൂടി പിസ്കാ കൊടുമുടിയിൽ കനാൻ കാണിച്ചുകൊണ്ട് അവനെയും മാറ്റി ഒരുവന്റെ കയ്യിലേക്ക് ഭരണം കൊടുത്തു. അവന്റെ പേരാ യോശുവ. യോശുവയും കാലേബും മുന്തിരിക്കൊല ചവിട്ടിക്കൊണ്ട് അവിടെ വന്നു. വാഗ്ദത്ത കനാനിലേക്ക് അബ്രഹാം കാൽ ചവിട്ടിയ ദേശത്ത് വന്നു. അവരൊരു ജാതിയായി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം പറഞ്ഞു, ഒരു രാജാവിന് വേണം. 1 കഴുതി അന്വേഷിച്ച് പോയ ശൗലിനെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവാക്കി. 40 വർഷം അവൻ ഭരിച്ചു. 2 അത് കഴിഞ്ഞപ്പോൾ ദാവീദ് 40 വർഷം ഇസ്രായേലിൽ ഭരിച്ചു. 3 അതിനുശേഷം അടുത്തവൻ വന്ന സോളമൻ 40 വർഷം, 120 വർഷം കഴിയും.
ചെയ്തു. സോളമന് ശേഷം ഒരുവൻ വരുന്നു ഈ രാജ്യത്തെ ഭരിക്കാൻ. അവന്റെ പേര് രഹാബയാം. ആ കാലഘട്ടത്തിനകത്ത് ഇസ്രായേൽ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. ഒന്ന് ഇസ്രായേൽ, അതിന്റെ തലസ്ഥാനം ശമരിയ. മറ്റൊരു പട്ടണമായി യഹൂദിയ, അതിന്റെ തലസ്ഥാനം ജെറുസലേം. കരമുയർത്തുന്നവർക്കായി അന്തിമ യുദ്ധം വരാൻ പോകുന്നത് ഇവിടത്തേക്കാൾ. അതുകൊണ്ട് നമ്പർ 1 ജെറുസലേം. ഇനിയാണ് പ്രസംഗത്തിന്റെ കാതലായ ഭാഗം. 1948 മെയ് 14 ഇസ്രായേൽ സ്വതന്ത്രമായപ്പോൾ അവരുടെ തലസ്ഥാനം ടെൽ അവീവ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു 1967 അറബ് ഇസ്രായേൽ വാർ. എന്താ സംഭവിച്ചത്? സകല കുഞ്ഞുങ്ങളെയും മടക്കി വരുത്തത്തക്കവണ്ണം ജെറുസലേം മോശിദാൻ എന്ന പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിനകത്ത് ഈജിപ്തിന്റെ വിമാനങ്ങളെ തകർത്ത് ഗോലം കുന്നിന്ന് പട്ടാളക്കാരെ പിടിച്ചടക്കിക്കൊണ്ട് ജെറുസലേം ആരുടെ കരങ്ങളിലായി? ഇസ്രായേലിന്റെ കരങ്ങളിലായി. അതാ പരിഭ്രമപാത്രമായി. അങ്ങനെയെങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്ന ഭാരമുള്ള കല്ല്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പശ്ചിമേഷ്യയുടെ വിഷയം നടക്കുമ്പോൾ വരാൻ പോകുന്നു ജെറുസലേമിന്റെ വിഷയത്തിൽ ആസ്പദമായി ഇന്ന് രാത്രി ഇനി സംഭവിക്കാൻ പോകുന്നത് സകല യഹൂദന്മാരും മടങ്ങി വരാൻ പോകുന്നു യെരുശലേമിന്റെ വിഷയത്തിൽ. ബൈബിൾ എടുത്താട്ട് ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ചിന്തയിലേക്ക് കടക്കാം. ആമോസിന്റെ പ്രവചനം മോളം നിർത്താട്ടെ, അത് എഴുതാൻ വിട്ടുപോയത്. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഇസ്രായേൽ ജനം മടങ്ങി വരുന്നു, ഉലകത്തിൽ എന്ത് സംഭവിക്കും? കുഞ്ഞു വായിക്കാം. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. യഹോവയുടെ അരുളപ്പാട് അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും. അടുത്തത്, ഒരു മണി പോലും നിലത്തു വീഴുകയില്ല. കരമുയർത്തുന്നവർക്കായി സകല യഹൂദരും മടങ്ങി വരുമെന്ന് ഇനി സംഭവിക്കാൻ പോകുന്ന ഭാവി ഇസ്രായേൽ, ഫ്യൂച്ചർ ഇസ്രായേൽ. എന്താ സംഭവിക്കാൻ പോകുന്നത്? സകല യഹൂദനും മടങ്ങി വരും.